ിലെ ജീവിതചര്യയല്ലല്ലോ നമ്മുടെ. അപ്പോൾ ഭാരതീയ കോണ്ടെക്സ്റ്റ്, ഭാരതീയ സാഹചര്യത്തിൽ ഈ 5 തലങ്ങളുമായിട്ടുള്ള ബന്ധം ഏതെല്ലാം തരത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ നിലനിർത്താം എന്ന് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 5 തലത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യപദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ലോകത്തെ നിരവധി സമൂഹങ്ങളെ തകർക്കാൻ ഉപയോഗിച്ചു വരുന്ന കൾച്ചറൽ മാർക്സിസം. ഈ കൾച്ചറൽ മാർക്സിസം യൂറോപ്പിൽ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ ജീവിതക്രമത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ എത്രമാത്രം കഴിഞ്ഞു, അതിൽ വിജയിക്കാൻ എത്രമാത്രം കഴിഞ്ഞു, ഇത് അവരുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോഴേ, വിശകലനം ചെയ്യുമ്പോഴേ നമുക്ക് ബോധ്യമാകും. അതേ രീതികൾ, അവർ ഉപയോഗിച്ച അതേ രീതികൾ അതിവിടെ പ്രായോഗികമാകണമെന്നില്ല. കാരണം ഭാരതീയ സാഹചര്യം മാറ്റമാണ്. അപ്പോൾ ഈ ഭാരതീയ സാഹചര്യത്തെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മം മനസ്സിലാക്കിയേ തീരൂ. ആ നിലയ്ക്കും സനാതനധർമ്മത്തെ നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കും. മൂന്നാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. സനാതനധർമ്മത്തിനെ മുച്ചൂടും മുടിക്കാനുള്ള പരിശ്രമങ്ങൾ ഇന്ന് കൊടുമ്പിരിക്കൊള്ളുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ഗൂഢ പദ്ധതിയും കൂടെയാണ് അത്. ഇന്ന് പ്രത്യേകിച്ചും ഈ കുംഭമേളയിലൂടെ കഴിഞ്ഞതോടുകൂടി അതിൻ്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സനാതനധർമ്മത്തെ നശിപ്പിച്ചാൽ മാത്രമേ ഹിന്ദുക്കളെ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വിനിയോഗിക്കാൻ സാധിക്കൂ എന്ന് ഈ നമ്മളെ എതിർക്കുന്ന ശക്തികൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം, അത് ആ പ്രവർത്തനം അവർ സ്റ്റെപ്പപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹിന്ദുക്കളിൽ ഉണ്ടാകുന്ന ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കാദ്യം സനാതനധർമ്മമുണ്ട് എന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. ഈ 3 കൗണ്ടുകളിൽ സനാതനധർമ്മം വേണ്ട തരത്തിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് വെളിവാകുന്നു. ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. ഞാൻ പോയിന്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതാനും കാര്യങ്ങൾ അതിനെ തന്നെ പറഞ്ഞു. ഇതൊരു അപ്ഡേറ്റ്സാണ്, ഒരു ഉച്ചയമാണ് എന്നാണ്. പിന്നെ പോയിന്റ് ബൈ പോയിന്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലയിൽ നമുക്കത് ഉറപ്പിച്ചു നിർത്താൻ കൂടുതൽ എളുപ്പം. രണ്ടാമത്തെ എന്താണ് ഈ സനാതനധർമ്മം? അതിന് ഒറ്റ വാക്കിൽ ഒരു നിർവചനം പറയാനാവും. ആദ്യം ധാർമ്മിക ജീവിതത്തിലൂടെ അർത്ഥ കാമ മോക്ഷ സമ്പാദനം. ഇതാണ് സനാതനധർമ്മം അഥവാ ഹിന്ദു ധർമ്മം. ധാർമ്മിക ജീവിതത്തിലൂടെ അർത്ഥ കാമ മോക്ഷ സമ്പാദനം. ഒറ്റ വാക്കിൽ ഞാനിത് നിർവചിച്ചെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തി 1, 2, 3, 4 സെലി ക്ലാസ് കഴിഞ്ഞാലും വേണ്ട പോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും ഒരു തുടക്കം എന്നുള്ള ഈ നിർവചനം നമുക്ക് നെഞ്ചേറ്റാം.
ധാർമ്മിക ജീവിതത്തിലൂടെ അർത്ഥ കാമ മോക്ഷ സമ്പാദന. അതിൽ ഇപ്പോൾ കാമം, അർത്ഥവും കാമവും അത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലെയും മനുഷ്യർക്ക് സ്വീകാര്യമാണ്. അവർ തേടുന്നു മറ്റ് രണ്ട് കാര്യങ്ങൾ, ധർമ്മവും മോക്ഷവും. ഇത് മനുഷ്യ സംസ്കാരത്തിന് ഭാരതീയ ദാർശനികരുടെ സംഭാവനയാണ്. ഈ രണ്ട് ആശയങ്ങളും മറ്റൊരു സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, ധർമ്മവും മോക്ഷവും. അപ്പോൾ ഇവിടെ അർത്ഥം, കാമം, മോക്ഷം ഇവയെ നാലിനെയും പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇതിനെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്? പുരുഷന്മാരാൽ, അതായത് സ്ത്രീകളാലും പുരുഷന്മാരായാലും അർത്ഥിക്കപ്പെടുന്നതാണ്, ആഗ്രഹിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ പുരുഷാർത്ഥം എന്ന പേര് പറയുന്നത്. ഈ പുരുഷാർത്ഥം, 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ പുരുഷാർത്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്ന ജീവിത മാതൃക, ഈ ജീവിത മാതൃകയെക്കുറിച്ചുള്ള പഠനം ഇന്ന് MBA കോഴ്സിന് പോലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. MBAയുടെ പല കോഴ്സുകളിലും ഒരു വിഷയം ഈ പുരുഷാർത്ഥ മോഡലാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പം ഈ പുരുഷാർത്ഥങ്ങളിൽ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. പൊതുവെ ഭാരതീയരെ കുറിച്ച് പറയുന്ന ഒരു പരാതി, അവർ പരലോക ജീവികളാണ്, സ്വപ്നജീവികളാണ്. ഇതൊക്കെയാണ് പറഞ്ഞു കരുതിയിരിക്കുന്നത്. പക്ഷേ അർത്ഥത്തിന് ഇത്രയും ഉചിതമായ ഒരു സ്ഥാനം കൊടുക്കാൻ മറ്റൊരു ജീവിത പദ്ധതി നമുക്ക് കാണാൻ കഴിയില്ല. ആ അർത്ഥത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന പുരുഷാർത്ഥത്തിന് നിരവധി തലങ്ങളുണ്ട്. അതിൽ പല തലങ്ങളും ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ആ വിശദീകരണത്തിൽ ഞാൻ മുതിരുന്നില്ല, നമ്മുടെ സമയപ്പെടുന്നു. ഇനി ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തലയിലേക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് സാമ്പത്തികവും മറ്റുമായിട്ടുള്ള നമ്മുടെ ശേഷി. അത് സന്തതി പരമ്പര പോലും അർത്ഥത്തിൽപ്പെടുത്തിക്കുന്നു. മകൻ അല്ലെങ്കിൽ മകൾ, അവരുടെ അടുത്ത തലമുറ, അവരുടെ അടുത്ത തലമുറ, ഈ തരത്തിലുള്ള ആ പരമ്പരയെ പോലും അർത്ഥത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. വെറും വസ്തുക്കളുടെ ജംഗമം, സ്ഥാപിത ജംഗമ വസ്തുക്കൾ മാത്രമല്ല. പിന്നെ അടുത്തത് കാമം. അർത്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഈ കാമം എന്ന് പറയുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയുള്ള സംതൃപ്തി നേടൽ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അർത്ഥം. നമുക്ക് പാൽപ്പായസം ഇഷ്ടമാണെന്ന് നോക്കുക. ഈ പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ അരി വേണം, പാല് വേണം, അടുപ്പ് വേണം, പാത്രം വേണം, പഞ്ചസാര വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയെടുത്തെങ്കിലേ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ കഴിയും. ഇവയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈശയിൽ കാശ് അർത്ഥം. അതുകൊണ്ട് അർത്ഥകാമങ്ങളെ ഒരു പേരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അർത്ഥത്തെ ആർജിച്ച് വേണം നമ്മൾ കാമത്തെ സമ്പാദിക്കാൻ. കാമം എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള സംതൃപ്തി നേടലാണ്. വാത്സ്യായനന്റെ കാമശാസ്ത്രവും അതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് സംഗീതം, നൃത്തം മുതലായ ആ മേഖലകൾ, സാഹിത്യം. ഇപ്പോൾ നമ്മുടെ തപസ്യ, കലയും സാഹിത്യവുമാണ് അതിൻ്റെ പ്രധാന വിഷയങ്ങൾ. അത് ഇവയ്ക്കൊക്കെ ഉചിതമായ സ്ഥാനം ഈ കലയും സാഹിത്യവും. ഇപ്പോൾ ദണ്ഡി മുതലായ സംസ്കൃത പണ്ഡിതന്മാർ ഈ സാഹിത്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണെന്ന് തന്നെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഭരതമുനി തൊട്ട് അഭിനവഗുപ്തൻ വരെയുള്ള ആളുകൾ, ദാർശനികന്മാർ, അവരും ഈ നാട്യശാസ്ത്രവും ഇതെല്ലാം തന്നെ മോക്ഷ സുഖദായകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ തരത്തിൽ നിരവധി തലങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള
ഒന്നാണ് രണ്ടാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള കാമം. ഈ കാമം എന്ന് പറയുന്നതിന് പാശ്ചാത്യ നാടുകളിൽ രണ്ട് ചിന്താധാരകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഹെഡോണിസം, രണ്ട് ഉഡൈമോണിസം. ഉഡൈമോണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആദർശം മുന്നിൽ വെച്ച്, ഒരു തത്വം മുന്നിൽ വെച്ച്, ഉദാഹരണം ഫോർഡ് അയാൾക്ക് ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാവണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് വിജയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം. ഹെഡോണിസം എന്ന് പറയുന്നത് കാമപൂർത്തി തന്നെ, ശാരീരികമായ കാമപൂർത്തിയാണ് ഒരു ഹെഡോണിസം എന്ന് പറയുന്നത്. ഇതിനും അപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കാമം കഴിഞ്ഞാൽ പിന്നെയുള്ളത് മോക്ഷം. മോക്ഷം എന്താ? മോക്ഷത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയനഗര രാജാക്കന്മാരുടെ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന സായണന്റെ സഹോദരനായിട്ടുള്ള മാധവൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു, സർവദർശന സംഗ്രഹം. ആ സർവദർശന സംഗ്രഹത്തിൽ 16 ദർശനങ്ങളെ പ്രതിപാദിക്കുന്നു. ചാർവാക ദർശനം തൊട്ട്, ഞാൻ എടുത്തു പറയുകയാണ്, ചാർവാക ദർശനം തൊട്ട് ശാങ്കര വേദാന്തം വരെ അടുക്കി അദ്ദേഹം 16 ദർശനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ദർശനത്തിനുമുണ്ട് ഈ മോക്ഷത്തിൻ്റെ നിർവചനം. അങ്ങനെ മോക്ഷത്തിന് സർവദർശന സംഗ്രഹം അനുസരിച്ച് 16 നിർവചനങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ അത്രയും ആഴത്തിൽ നമ്മുടെ പൂർവികർ, നമ്മുടെ ദാർശനികർ ചിന്തിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. പൊതുവെ മോക്ഷം എന്ന് പറയുന്നത് ആത്യന്തിക ലക്ഷ്യമാണ്. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട്, പരമപുരുഷാർത്ഥമായിട്ട് നമ്മുടെ പൂർവികർ അംഗീകരിച്ചിരുന്നത് ഈ മോക്ഷത്തെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ സുഖാസ്വാദനം എന്ന് പറയുമ്പോൾ ഉപാധി വേണം നമുക്ക് സുഖാസ്വാദനത്തിൽ. സ്വാഭാവികമാണ് കാമം, പക്ഷേ മോക്ഷമോ നിരുപാധികമാണ്. എവിടെ ഇരുന്നാലും ഈ പറയുന്ന സുഖാസ്വാദനം സാധ്യമാക്കുന്ന ഒരു സിദ്ധിയാണ് സത്യത്തിൽ ഈ മോക്ഷത്തെ ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനായിരുന്നു ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചിരുന്നത്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ ഈ പറഞ്ഞ മോക്ഷത്തിന് വേണ്ടി ഏകോപിക്കപ്പെടുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു സമൂഹം മുഴുവൻ മോക്ഷം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ്, സാമൂഹ്യശാസ്ത്രജ്ഞൻ G.S. Gray, ഞാൻ ഈ പുസ്തകങ്ങൾ പറയുന്നത് ഇതൊക്കെ ലഭ്യമാണ്, PDF ആയിട്ട് ശരിയായിട്ട് കിട്ടുന്നതാണ്. ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ദി ഇന്ത്യൻ സാധൂസ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം ഈ ഒരു സമൂഹം മുഴുവൻ മോക്ഷം എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന, അല്ലെങ്കിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ദൃശ്യം, അത് ഈ പുണ്യഭൂമിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മോക്ഷത്തിന് അനുഭൂതിതരമായിട്ടും വിവേകം എന്നുള്ള തരത്തിലും ഒക്കെ നിർവചനങ്ങളുണ്ട്. സാഖ്യത്തെയും മറ്റുമൊക്കെ വിവേകപൂർണമായ ജീവിതം ഈ ശാശ്വതമായ സുഖത്തെ തരും എന്നാണ് പറയുന്നത്. തന്ത്രം മുതലായ ഈവൻ വേദാന്തം പോലും അനുഭൂതിപരമായിട്ടുള്ള ഒരു സുഖാവസ്ഥ. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം എപ്പോഴും ഭാവാവസ്ഥയിലായിരുന്ന ഒരു പുൽക്കൊടിയുടെ ചലനം മതി അദ്ദേഹം ഈ സമാധിയിലേക്ക് വഴുതി വീഴാൻ. അത്രമാത്രം സ്വാധീനിയായിരുന്നു ഈ സമാധി ശ്രീരാമകൃഷ്ണ പരമഹംസന് എന്ന് പറയാറ്. അപ്പം ആ തരത്തിൽ നമുക്കും എത്തിച്ചേരാവുന്ന ഒരു തലം തന്നെയാണ്, ഒരു സ്വപ്നാതകമല്ല, തലം തന്നെയാണ് രാമകൃഷ്ണ പരമഹംസനും അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായ സ്വാമി വിവേകാനന്ദനും തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവന്റെ കരസ്പർശം ഒന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പാദസ്പർശം ഒന്നുകൊണ്ട് മാത്രം സമാധിയുടെ അനുഭവം
സിദ്ധിച്ച ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം അനുഭവിച്ച സമാധി അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിച്ചു നോക്കേണ്ടതാണ്. ഇതാണ് മോക്ഷം. അപ്പോൾ അർത്ഥം, കാമം, മോക്ഷം. ഈ അർത്ഥ കാമ മോക്ഷങ്ങളെ നേടണമെങ്കിൽ എന്തു വേണം? വേണ്ട തരത്തിൽ നേടണമെങ്കിൽ എന്തു വേണം? ധർമാചരണം വേണം. നിങ്ങൾക്ക് അർത്ഥം സമ്പാദിക്കാം, പക്ഷേ ധാർമ്മികമായിട്ടുള്ള അർത്ഥമേ നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ക്ഷേത്രപദ്ധതി, കേരളത്തിലെ ക്ഷേത്രപദ്ധതി, തന്ത്രസമുച്ചയത്തിലും മറ്റുമൊക്കെ വിവരിച്ചിരിക്കുന്ന ക്ഷേത്രപദ്ധതി, പണ്ടത്തെ ധനികരായിട്ടുള്ള വ്യക്തികൾ ക്ഷേത്രം പണിയുമുണ്ട്. ആ ക്ഷേത്രം പണിക്കാനെടുക്കുന്ന പണം, ആ പണം ഈ തന്ത്രസമുച്ചയം എടുത്തു നോക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ധാർമ്മികമായി സമ്പാദിച്ച പണം കൊണ്ട് ക്ഷേത്രം പണിയാവുക. അതിൽ ഒരു ഭാഗം കുടുംബത്തിന്റെ ശ്രേയസ്സിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പൊ ഈ തരത്തിൽ അർത്ഥസമ്പാദനം അത് ധാർമ്മികമാവണം. ഈ ഗുരുമൂർത്തിയുടെ ഒരു പ്രഭാഷണം യൂട്യൂബിൽ, ലൈഫ് ആഫ്റ്റർ മാർക്സ് ആൻഡ് മാർക്കറ്റ് എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ കരുതിയാൽ പറ്റും. ലൈഫ് ആഫ്റ്റർ മാർക്സ് ആൻഡ് മാർക്കറ്റ്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിലൊരിടത്ത് ഇദ്ദേഹം ഒരു കൺസൾട്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻ്റായിരുന്നു. ഈ മനുഷ്യൻ പല ബിസിനസ്സുകൾ ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഗുരുമൂർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ബിസിനസ്സിൻ്റെ പേര് പറഞ്ഞു, ആ ബിസിനസ് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലില്ല, താങ്കൾക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ. ഉടനെ അദ്ദേഹം പറഞ്ഞത്രേ, അത് മറ്റൊരു വിഭാഗത്തിൻ്റെ തൊഴിലാണ്, അതിന് ഞാൻ കൈകടത്തുന്നത് ശരിയല്ല. അവിടെയാണ് ധർമ്മത്തിൻ്റെ പ്രസക്തി. ഇനി മറ്റൊന്ന്, രാജസ്ഥാനിലോ മറ്റേ ഞാൻ സ്ഥലം ഓർക്കുന്നില്ല, അവിടെ ഒരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്ത് ആഴ്ചയുടെ അവസാനം ഈ കച്ചവടക്കാരൊക്കെ ഒത്തുചെയ്യും അവരുടെ കച്ചവട തന്ത്രങ്ങൾ വിനയാൻ. അപ്പം അത് വിശാലമായ ഒരു മൈതാനം, തുറന്നു കിടക്കുന്ന ഒരു മൈതാനം, ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചുട്ടുകൊള്ളുന്ന അവസ്ഥ. അപ്പം അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിചാരിച്ചു, ഇവർക്ക് തണല് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ആൽമരങ്ങൾ നടാം. അങ്ങനെ ആൽമരങ്ങൾ നട്ടു. അത് വടവൃക്ഷങ്ങളായിട്ട് മാറി. ഇവർ നോക്കിയപ്പോൾ ഒരൊറ്റ കച്ചവടക്കാരൻ പോലും ആ മരത്തിൻ്റെ പേരിൽ പോവില്ല. ഇപ്പോൾ സായിപ്പ് കാരണം അന്വേഷിച്ചു. ഇപ്പോൾ വടവൃക്ഷം ഒരു പുണ്യവൃക്ഷമാണ്, അതിൻ്റെ കീഴിലിരുന്ന് കച്ചവടം ഇങ്ങനെ ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധർമ്മമായി പോയില്ലേ. അപ്പം ഈ ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥം പോലെ തന്നെ കാമവും ആകാവൂ. ആ ധർമ്മത്തിൻ്റെ വ്യാപ്തി എവിടം വരെ ഉണ്ടായിരുന്നു? നീതിന്യായ നിർവഹണം പോലും ധർമ്മത്തിൻ്റെ ആംപിത്യനായി. രാജനീതി ധർമ്മത്തിൻ്റെ ആംപിത്യനായി, അതിൻ്റെ സ്വാധീന വലയത്തിലായി. ഇത്തരം ഒരു കൽപ്പന നമുക്ക് മറ്റെവിടെയും കാണാൻ പറ്റും. വിചാരധാരയിലുമൊക്കെ ഇതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രാജാവിൻ്റെ സിംഹാസനാരോഹണ ചടങ്ങ് രാജഗുരു അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൻ്റെ യോഗരെന്നുകൊണ്ട് 3 പൊട്ട് പൊട്ടിയിട്ട് പറയുന്നു, ധർമ്മരംഗോസി. രാജാവാണെന്ന് സർവാധികാരികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ധർമ്മനിയന്ത്രിതമായ ഭരണം അത് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ. ധർമ്മവിരുദ്ധമായിട്ടുള്ള ഭരണം നടത്തിയ വേനൻ മുതലായ രാജാക്കന്മാരെ സമൂഹം നിഷ്കാസനം ചെയ്ത് നമുക്ക് അറിയാം ആ കഥകൾ. അപ്പോൾ ധർമ്മം സർവവ്യാപിയായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ധർമ്മനിയന്ത്രിതമായിട്ടുള്ള അർത്ഥകാമ മോക്ഷ സമ്പാദനം, ഇതാണ്
ശരിക്ക് സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തെ വൈദികർ മാത്രമല്ല, നമ്മളെപ്പോഴും ഉദാഹരിക്കുന്ന ഭഗവത്ഗീതയൊക്കെ വേഷധർമ്മ സനാതന, വൈദികർ മാത്രമല്ല, ഇവിടുത്തെ ബൗദ്ധ സമ്പ്രദായികൾ, ജൈന സമ്പ്രദായികളുമായ ഹിന്ദുക്കളും ഈ ധർമ്മത്തെ പുലുകിയിരിക്കുന്നു. ദിവ്യപുരാണം എന്ന് പറഞ്ഞ ജൈന ഗ്രന്ഥത്തിൽ ഈ സനാതന ധർമ്മത്തെ പറയുന്നു. ധമ്മപദത്തിൽ, പാലി ഭാഷയിലുള്ള ധമ്മപദത്തിൽ ഗൗതമ ബുദ്ധൻ തന്നെ പറയുന്നുണ്ട്, ഏഷോ ധമ്മോ സനാതന. മനുഷ്യ സമൂഹം, നേരത്തെ പറഞ്ഞ നമ്മളിന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പഞ്ചപരിവർത്തനങ്ങൾ, ഈ പഞ്ചപരിവർത്തനങ്ങളിൽ പറയുന്ന വ്യക്തി, കുടുംബ, സമൂഹ, ലോക, പ്രകൃതി, അവരുമായിട്ട് ഇടപഴകുന്നതിൻ്റെതായ വിധി നിഷേധങ്ങൾ, അവയാണ് ധർമ്മത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഈ 5 തലങ്ങളിലുമുള്ള ധർമ്മത്തെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമാജധർമ്മം, ലോകധർമ്മം, പ്രകൃതിധർമ്മം ആചരിച്ചെങ്കിൽ മാത്രമേ ഏത് വ്യക്തിക്കും ഈ പറയുന്ന അർത്ഥം, കാമം, മോക്ഷം എന്നിവ വേണ്ട തരത്തിൽ നേടാൻ പറ്റുള്ളൂ. അതാണ് ധർമ്മത്തിൻ്റെ വ്യാപ്തി. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ധർമ്മം. എന്താണ് ധർമ്മം? ധാരണ ധർമ്മമിത്യ. ഏത് വ്യവസ്ഥയും ഏത് സിസ്റ്റത്തെയും നിലനിർത്തുന്നതിന് ആവശ്യമായ ഡൂസ് ആൻഡ് ഡോൺട്സ്, വിധിനിഷേധങ്ങൾ, അതാണ് ധർമ്മം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യക്തിക്ക് വ്യക്തിയുടെ ആരോഗ്യം, ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ആരോഗ്യം നിലനിർത്താൻ നടത്തുന്ന ജീവിതക്രമത്തിനെ വ്യക്തിധർമ്മമായിട്ട് കാണപ്പെടും. ഇന്നിപ്പോൾ രാസലഹരിയുടെ കാലമാണ്, അത് ധർമ്മമാണ്. കാരണം അയാളുടെ ജീവിതം തന്നെ ഇല്ലാതായി പോവുകയാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗവും ചില വിധിനിഷേധങ്ങൾ പാലിച്ചില്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന സത്ത നിലനിൽക്കില്ല. ഇതാണ് കുടുംബധർമ്മം. ഇതുപോലെ സമാജധർമ്മം, ലോകധർമ്മം, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടൽ നമ്മൾ പാലിക്കേണ്ട ഭക്ഷ്യാഭക്ഷ്യം. അപ്പം ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് സാഹിത്യം നേടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട വിധിനിഷേധങ്ങൾ, ഇത് മുഴുവൻ ധർമ്മത്തിൻ്റെ പുറത്തിയിട്ട് വരും. അപ്പം ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ ഒരു ചെറിയ രൂപം. ഇനി ഈ ധർമ്മം എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതിന് നമ്മൾ ഈ ധർമ്മത്തിൻ്റെ രൂപം കൊള്ളലിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ശാസ്ത്രങ്ങൾ, ആധുനിക ശാസ്ത്രങ്ങൾ, ഭാരതീയ സാഹിത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആർക്കിയോളജി, മറ്റൊന്ന് സോഷ്യോളജി. ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ, കാരണം പ്രാചീന ചരിത്രത്തെ പഠിക്കണമെങ്കിൽ ആർക്കിയോളജിയുടെ തെളിവുകൾ വെച്ചുകൊണ്ടേ നമുക്ക് പ്രാചീന ചരിത്രത്തെ പഠിക്കാനാവുള്ളൂ. ആ പ്രാചീന പഠനത്തിന് ഉപയോഗിക്കുന്ന ഈ ആർക്കിയോളജിയിൽ നമ്മൾ അവശ്യം വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ആൻഡ് ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി. ദിലീപ് കെ ചക്രവർത്തി എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെ തുടക്കം തൊട്ടുള്ള അനുക്രമമായിട്ടുള്ള സംവികാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 10,000 BCE കാലഘട്ടത്തിൽ, 9000-10,000 BCE കാലഘട്ടത്തിൽ, ആ കാലഘട്ടം തൊട്ടെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ പൂർവ്വികർ ഈ മണ്ണിൽ തുടങ്ങുന്നു. അതെന്ന് പറയുമ്പോൾ ആരണ്യക കാലമാണ്. വേട്ടയാടി ഫലമുലാദികൾ കഴിച്ചും ഒക്കെ ഗുഹകളിൽ അന്തി ഉറങ്ങിയും ഒക്കെ കഴിഞ്ഞിരുന്ന കാലം. ആ ആരണ്യക കാലം തൊട്ടുള്ള അനുക്രമമായിട്ടുള്ള വളർച്ചയാണ് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞ്
പുരുഷാർത്ഥ മാതൃക ഇതിലെത്തി നിൽക്കുന്നത്. ആരണ്യകാലം വനവാസ ജീവിതം നയിച്ചിരുന്ന നമ്മുടെ പൂർവികർ ഭാരതത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ ആയിട്ട് ജീവിച്ചിരുന്നതാണ്. ആർക്കിയോളജിയുടെ തെളിവനുസരിച്ച് ആ അതിവിദൂര പൂർവ്വകാലത്തിൽ പോലും നമുക്കറിയാം ഭാരതം എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ഭൂപ്രദേശത്തിൻ്റെ വലിപ്പം എത്രയുണ്ട്. ഇത്രയും വലിപ്പത്തിലുള്ള മറ്റൊരു രാജ്യം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം റഷ്യ പോലും അതിൻ്റെ സിംഹഭാഗവും മണ്ണിൽ മൂടി കിടക്കുക, സൈബീരിയൻ പ്രദേശങ്ങളൊക്കെ. യൂറോപ്പും ഒക്കെ തന്നെ ഇതിൻ്റെ അംശങ്ങളുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ വലിപ്പവും മറ്റ് ഇതര പ്രദേശങ്ങളിലെ വലിപ്പവും താരതമ്യം ചെയ്യുന്ന ഒരു പുസ്തകം ഈ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ, രാധാകുമാർ മുഖർജി എഴുതിയ പുസ്തകം. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ വിശാലമായിട്ടുള്ള ഹിന്ദുസ്ഥാനത്ത് താമസിച്ച് മുക്കിലും മൂലയ്ക്കും താമസിച്ചിരുന്ന നമ്മുടെ പൂർവികർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നെന്നാണ് ഇന്ന് ലഭ്യമായ പേര്. അതിനെന്താ ഒരു കാരണം അവരെങ്ങനെ കണ്ടെത്തി? ഈ ശിലായുഗ കാലം എല്ലാ കാര്യത്തിനും ശില കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലം. അപ്പോൾ വടക്കേ അറ്റത്ത് കണ്ടെത്തിയ ഒരു ശിലാരൂപം, ആ ശിലാരൂപം കൊത്തിയെടുക്കാൻ ഉപയോഗിച്ച ആ കല്ലിൻ്റെ ക്വാളിറ്റി, ആ അതേ ക്വാളിറ്റിയിലുള്ള, അതേ ആകൃതിയിലുള്ള, അതേ ഉപയോഗത്തിനുള്ള ഉപകരണം തെക്കുഭാഗത്തു നിന്നും കണ്ടുപിടിക്കുന്നു. ഇതുപോലെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കണ്ടുപിടിക്കുന്നു. എന്തായാലും ശിലയല്ലേ, കല്ലല്ലേ, ഇത് നടക്കാൻ പോകുന്നു. അതെങ്ങനെ ഇവിടെ എത്തി? മനുഷ്യരറിയുന്നതാണ്. അപ്പോൾ കരമാർഗവും കടൽമാർഗവും നമ്മുടെ പൂർവികർ പരസ്പരം ബന്ധപ്പെട്ടതിന് ഇന്ന് ആർക്കിയോളജി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ ആ അതിവിദൂര കാലഘട്ടത്തിലുണ്ടായി. മധ്യപ്രദേശിലെ ബഗോർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പീഠം, ആ പീഠത്തിൻ്റെ നടുക്ക് ത്രികോണാകൃതിയിലുള്ള സിന്ദൂരവർണ്ണത്തിലുള്ള ഒരു പ്രത്യേക ശൈലി. ഇത് അതിൻ്റെ പഴക്കം ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 9000 BCE ആണ്. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും ചെന്നെത്തിയ നിഗമനം നമ്മുടെ ശക്തിപീഠങ്ങളെക്കുറിച്ചുള്ള പരാമർശം പുരാണങ്ങളിൽ ഉൾപ്പെടും. ഈ ശക്തിപീഠ സങ്കല്പത്തിൻ്റെ പ്രോട്ടോടൈപ്പ് ആദ്യമ രൂപമായിരുന്നത്രേ മധ്യപ്രദേശിലെ ബഗോറിൽ കണ്ടെത്തിയ ഈ ശിലാപീഠം. അപ്പം അന്ന് തൊട്ടേ നമ്മുടെ പൂർവികർ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കടന്നിരുന്നു എന്നുള്ള അനുമാനത്തിൽ നമുക്കെത്താം. ഏത് ആചാരത്തിനും അനുഷ്ഠാനത്തിനും പുറകെ ഒരു ആശയതലമുണ്ട്. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർക്ക് അന്ന് തൊട്ടേ സ്വായത്തമായിരുന്നു, സ്വാധീനമാണ്. ഈ തരത്തിൽ കാലം മുന്നോട്ട് വന്നപ്പോൾ അറിവുകൾ കൂടുതൽ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായപ്പോൾ പൂർവികമായിട്ടുള്ള പല ആചാരാനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കപ്പെട്ടത്. അങ്ങനെയാണ് പുരുഷാർത്ഥ സങ്കല്പത്തിൽ നമ്മൾ എത്തിച്ചേർക്കുന്നത് എന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള പരിഷ്കരണങ്ങളിലെല്ലാം സംവാദം ഒരു പ്രധാന ഘടകമായി. അന്നത്തെ സാമൂഹ്യമായിട്ടുള്ള ചട്ടക്കൂടിൻ്റെ എല്ലാ തട്ടുകളിലും ഉണ്ടായിരുന്ന ചിന്തകൾ, എല്ലാ സാമൂഹ്യ സെഗ്മെൻസിലും ഉണ്ടായിരുന്ന ചിന്തകൾ ഈ സംവാദത്തിൽ പങ്കെടുത്തത്. അതിന് ഇന്ന് തെളിവുകളേറെ. തന്ത്രത്തിൽ 64 ഗുരുക്കന്മാരെ കുറിച്ചുള്ള പരാമർശം. അതിൽ ചിലർ പക്ഷിവിടുത്തക്കാർ, ചിലർ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീജനങ്ങളാണ്. അന്യൻ്റെ വീട്ടിൽ പോയി പണി ചെയ്ത് അന്നത്തേക്കുള്ള സമ്പാദിക്കുന്ന ചിലർ ചെരുപ്പുകുത്തികളാണ്, ചിലർ ധീവര സമുദായത്തിൽ നിന്ന് വന്നവരാണ്. എന്തിന് വൈദിക ചട്ടക്കൂട് ഉണ്ടാക്കിയെടുത്തതിൽ ഈ വസിഷ്ഠൻ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വേദത്തെ ഇന്നത്തെ രീതിയിൽ വ്യസിച്ച ബാധരായണൻ ഏത് സമൂഹത്തിൽ നിന്നാണ് വന്നത് നമുക്കറിയാം. നിരവധി മഹർഷിമാരുടെ ബയോഡാറ്റ നമ്മൾ തേടിപ്പോയാൽ
നമുക്ക് ഈ സത്യം മനസ്സിലാക്കും. അന്നത്തെ എല്ലാ വിഭാഗത്തിൽ നിന്നും പെട്ട ആൾക്കാർ ഈ തരത്തിലുള്ള സമ്പ്രദായങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ നിർണായക സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മുഴുവനാണ്. ഹിന്ദുക്കളുടെ മുഴുവൻ ഒരു സ്വത്താണ്. എല്ലാവർക്കും ഉണ്ട് അവരുടേതായ, എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട് അവരുടേതായ സംഭാവനകൾ. അങ്ങനെയാണ് ഇത് വളർന്നത്. ഈ ഇങ്ങനെ രൂപം കൊണ്ട ഈ സനാതന ധർമ്മം ഇതെങ്ങനെ നാടൊട്ടും പ്രവേശിച്ചു? ഈ അസെറ്റിക്സ് ഓഫ് കാശി എന്ന് പറഞ്ഞ പുസ്തകം അവർ പറയുന്നത് രണ്ട് ആന്ത്രോപോളജിസ്റ്റുകൾ നരവംശാസ്ത്രജ്ഞന്മാർക്ക് എഴുതിയ പുസ്തകമാണ്. ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലോറേഷൻ എന്നാണ് ആ പുസ്തകത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത്. കാശിയിലെ അസെറ്റിക്സിനെ കുറിച്ചുള്ള പഠനം ഫീൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ അവർ പറയുന്നത് തുടക്കത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ കാശിയെ തിരഞ്ഞെടുത്തു? കാരണം കാശി ഒരു മിനി ഭാരതമാണ്. ഭാരതത്തിലെ മുക്കിലും കോണിലും ഉണ്ടായിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളുടെയും ഭക്ഷണങ്ങൾ ആചാര്യന്മാർ ഇന്നും കാശിയുണ്ട്. അതുകൊണ്ട് കാശിയെ പഠിച്ചാൽ ഭാരതത്തെ പഠിച്ചത് തുല്യമാണ്. അതുകൊണ്ട് അവർ കാശിയെ തിരഞ്ഞെടുത്തു. അവിടെ അവർ ഈ ഡോം എന്ന് പറഞ്ഞ ഇന്നത്തെ ബ്രിട്ടീഷുകാരെ നമ്മൾ അടിച്ചേൽപ്പിച്ച കാസ്റ്റ് സിസ്റ്റം, ആ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഈ ഡോം സമുദായം OBC പട്ടികപ്പെടുന്നവരാണ്. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം. അവർ മണികർണികയിലെ ശവം ധരിപ്പിക്കുന്ന പാരമ്പര്യമായിട്ട് ഹരിശ്ചന്ദ്രൻ്റെ പിന്തലമുറക്കാരാണെന്നാണ് അവർ കരുതി വരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട രണ്ട് ആളുകളെ ഇവർ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ക്രിസ്തുമതം എങ്ങനെയാണ് സ്വീകരിച്ചത്? ഒരു പാതിരി ഒരിക്കലും ഇവരുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഒരു സദ്യ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണം. ഇങ്ങനെ പോയി സുഖമായിട്ട് സദ്യ കഴിച്ചു. സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാതിരി ഇവരോട് പറഞ്ഞു, കുറച്ച് വെള്ളം നിങ്ങളുടെ തലയിൽ തളിക്കണം. അങ്ങനെ അവർ തല ഒഴിച്ചു കൊടുത്തു. പാതിരി വെള്ളം മാമോദീസ മുക്കി. അവരെ ക്രിസ്ത്യാനികളാണ്. ശരി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാതിരി വിളിക്കും. അവിടെ സദ്യ ഉള്ളപ്പോൾ ഇവർ പോയി സദ്യ കഴിച്ചിട്ട് വരും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പാതിരി ഇവരോട് പറഞ്ഞു, ഇവരപ്പോഴും ആ ബന്ധുക്കൾ കഴിച്ചാൽ സൗദ ഗ്രഹിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്കിത് വിധിച്ചിട്ടില്ല. ആഹാ, അങ്ങനെയാണ്. എന്നാൽ നമുക്കിവിടെ നിർത്താം ഈ പണി. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദു ധർമ്മമാണ് ഞങ്ങൾക്ക് പ്രധാനം. നോക്കണം, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള നമ്മുടെ ദൃഷ്ടിയിൽ അവർ പാമരന്മാരാണ്, ദരിദ്രരാണ്. അവർ ഹിന്ദു ധർമ്മത്തിനോടുള്ള അവരുടെ ആ ഒരു ബന്ധം, ഒരു നാഭീനാളബന്ധം, അതവർ പുലർത്തുന്നു. അത് ഈ ആന്ത്രോപോളജിസ്റ്റുകളുടെ അത്ഭുതത്തോടെ അവർ റിമാർക്ക് ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ. അത്രമാത്രം സ്വീകാര്യമായത് എങ്ങനെ ഹിന്ദു ധർമ്മം. ഇന്നിപ്പോൾ നമുക്കെതിരായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ അവതരിപ്പിക്കുന്ന ഹിന്ദു ധർമ്മമാണെങ്കിൽ എന്നെ ഇത്തരം ആൾക്കാർ മുംബൈ വന്ന് പോകുന്നതായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പോലും ഒരു കാലത്ത് അനക്കം കേരളത്തിൻ്റെ പല ഭാഗത്തും നടമാടിയിരുന്ന സമയത്ത് പോലും ഇവിടെ ഹിന്ദു മഹാമണ്ഡലമാണ് ഉണ്ടായത്. PK മാധവനെ പോലുള്ള സ്ഥിരപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ അവർ ഹിന്ദുത്വത്തിൽ അഭിമാനമുണ്ട്. അപ്പോൾ ഇത്രമാത്രം സ്വീകാര്യത ഹിന്ദുത്വത്തിന് എങ്ങനെ വന്നു? ചിദാനന്ദപുരി സ്വാമികളുടെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ അദ്ദേഹം ഗൾഫ് നാടുകളിൽ പോയ പ്രഭാഷണത്തിൽ പറയുന്നു. യൂട്യൂബിൽ അതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹം വേദാന്ത പഠനവും ഒക്കെ ആയിട്ട് ഹിമാലയ ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ വൈകുന്നേരം ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ രണ്ട് കുടുംബിനിമാർ വിറക് കെട്ടുമായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ കാഷായധാരിയായിട്ടുള്ള ഇദ്ദേഹത്തിനെ അവർ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ കുറച്ച് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു വിറക് കെട്ടൊക്കെ താഴെ വെച്ചിട്ട് ഒരു ദണ്ഡ നമസ്കാരം എന്നിട്ടൊരു വിറക് ഒക്കെ എടുത്തുകൊണ്ട് പോയി. വടക്കേ അറ്റത്ത് അദ്ദേഹത്തിനുണ്ടായ ആദ്യത്തെ അനുഭവം.
അതിനുശേഷം അദ്ദേഹം പറയുന്നു, വയനാട്ടിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ വയനാട്ടിലെ ചില വനവാസി സ്ത്രീകൾ ഇത് തന്നെ ആവർത്തിച്ചു. ചിദാനന്ദപുരി സ്വാമിയല്ല അവർ കണ്ടത്, ആ കാവ്യ വസ്ത്രത്തെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാവ്യയെ പണങ്ങാൻ വനവാസികളെ പോലും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഹിന്ദുധർമ്മം. ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ ഇവരവതരിപ്പിക്കുന്ന ഹിന്ദുധർമ്മമാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ നമുക്ക് ചിന്തിക്കാം, മറ്റെന്തോ ആണ് എന്നുള്ളത്. ഇതെങ്ങനെ താഴത്തെ തട്ടിൽ വരെ എത്തി? ഈ ഇവിടുത്തെ മാർക്സിസ്റ്റുകളുടെ മുഴുവൻ കുലഗുരുവായിട്ട് കരുതാവുന്ന ഒരു മഹാപണ്ഡിതൻ ബംഗാളിലുണ്ടായിരുന്നു, ദേവി പ്രസാദ് ചത്തോപാധ്യായ. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് ഇന്ത്യൻ വെച്ചിരിക്കുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ത്യൻ ഫിലോസഫി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവതരണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ലിവിങ് ആൻഡ് വാട്ട് ഈസ് ഡെഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, ഇത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് മാർക്സിയൻ ദൃഷ്ടിയിൽ ഭാരതീയ ദർശനത്തെ ആദ്യമായിട്ട് വ്യാഖ്യാനിച്ചത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ പലതും കിടന്നത്. അത്രമാത്രം അവരുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പോലും അടിസ്ഥാന പുസ്തകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അദ്ദേഹം പോലും പറയുന്നുണ്ട്, ഈ ഹിന്ദു ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്, ഇന്ന് പലരും പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരാണ് ഈ ഭാരതത്തെ ഉണ്ടാക്കിയെടുത്തത്, സൃഷ്ടിച്ചത്. അവരുടെ റെയിൽവേ എല്ലാം കൊണ്ടാണ് ഒരു ഏകതാബോധം വന്നത്. ഇതിൽ പരം ഒരബദ്ധം പറയാനില്ല എന്നാണ് ഈ സഖാവ് ചത്തോപാധ്യായ പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിന് ഒരു സാംസ്കാരിക തലമുണ്ട്, വളരെ പ്രാചീനമായ ഒരു സാംസ്കാരിക അടിത്തറയുണ്ട്. ഈ അടിത്തറയുള്ളത് കൊണ്ടാണ് ഇത് മാർക്സിസ്റ്റുകാരെ പറയുന്നത്. ഇതേ നിഗമനം കെ ദാമോദരൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സാംസ്കാരിക അടിത്തറയാണ് ഭാരതീയരെ ഒന്നാക്കി മാറ്റിയത്. അപ്പം ഇതെങ്ങനെ സാധിച്ചു? ഇവിടെ രണ്ട് തരത്തിലുള്ള പരിശ്രമങ്ങൾ. അപ്പം ഈ ചത്തോപാധ്യായ ഈ പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കമ്മ്യൂണിസവുമായിട്ട് ഞങ്ങൾ കർഷകരുടെ ഇടയിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര തത്വങ്ങളോ അതേപടി ഉൾക്കൊള്ളാൻ ഇവിടുത്തെ പാടത്ത് പണിയെടുക്കുന്നവർ വിസമ്മതിക്കും. അവരെ സ്വാധീനിക്കുന്നത് ധർമ്മം, മായ, ബ്രഹ്മം മുതലായ സങ്കല്പങ്ങളാണ്. അതിന് അദ്ദേഹം ഒരു ഫീൽഡ് സ്റ്റഡി അതും അദ്ദേഹം തെളിവായിട്ട് പറയുന്നുണ്ട്. പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സാധാരണക്കാരുടെ പാടത്ത് പണിയെടുക്കുന്ന ഹിന്ദുക്കളുടെ ഹൃദയങ്ങളിൽ പോലും ആഴത്തിൽ ഹിന്ദുധർമ്മം വേരോടിയത് എങ്ങനെ? പണ്ഡിതന്മാരിൽ മാത്രമല്ല, പാമരന്മാരിൽ രണ്ട് തലത്തിലൂടെയാണ് ഈ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രചാരം നടന്നത്. ഒന്ന്, ഗുരുകുലം തൊട്ട് സർവകലാശാലകൾ വരെ ഉള്ള ഒരു പദ്ധതി. മറ്റൊരു പദ്ധതി അധികം ആരും അറിയാത്ത, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ പറയാത്ത മറ്റൊരു പദ്ധതിയുടെ ഉണ്ടായി. പരിവ്രാജകന്മാരുടെ പരിവ്രജനം. ആ ഒരു പുസ്തകമാണ് പരിവ്രാജദാസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഒരു സർവാനന്ദ ജഷ് എന്ന് പറഞ്ഞൊരു പണ്ഡിതന് എഴുതിയ പുസ്തകമാണ്. അതിൽ ഈ പരിവ്രാജകന്മാരുടെ സംഭാവന, ഹിന്ദുധർമ്മത്തെ സാധാരണന്മാരിൽ വരെ എത്തിക്കാനുള്ള അവരുടെ പരിശ്രമം ഭംഗിയായിട്ട് വിശദീകരിക്കുന്ന പുസ്തകമാണ്. ഒരു ചരിത്രഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു സാഹിത്യം ബുദ്ധ സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ച ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഈ പരിവ്രാജകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിലെ മറ്റൊരു സമൂഹത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേക പദ്ധതി ഭാരതത്തിലുണ്ട്. ഭാരതത്തിൻ്റെ മാത്രമായ ഈ പരിവ്രാജക പദ്ധതി. അത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് എഴുതിക്കുന്നു. ഈ ഹർഷചരിതം എഴുതിയ ബാണഭട്ടൻ
ഈ പരിവ്രാജകന്മാരെക്കുറിച്ച് 21 പരിവ്രാജക സംഘങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് സംസ്കൃത സാഹിത്യത്തിൽ. ഈ പരിവ്രാജകന്മാരായ ഈ വിവിധ സമ്പ്രദായങ്ങളുടെ ആചാര്യന്മാരും അവരുടെ ശിഷ്യഗണങ്ങളും ചേർന്ന സമൂഹമാണ്. അവര് ഭാരതത്തിലെ അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് 3 മാസം ഒഴിച്ച് ബാക്കിയുള്ള 9 മാസവും പരിവ്രജനം ചെയ്തുകൊണ്ടേയിരിക്കും. 3 മാസം എന്ന് പറയുന്നത് മഴക്കാലമാണ്. നമ്മൾ ഈ ചാതുർമാസത്തെക്കുറിച്ചൊക്കെ കേട്ടു അവരെവിടെന്തെങ്കിലും കണ്ടു. അപ്പോൾ ഈ പരിവ്രജനം അവര് ഗ്രാമം തോറും നഗരം തോറും വനം തോറും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവര് ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ കമ്പടിക്കും, അവിടെ മൈതാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭുക്കന്മാർ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ ഈ എല്ലാ സമ്പ്രദായങ്ങളുടെയും ഗണങ്ങൾ അവർ ചെയ്യുകയാണ്. അതിൽ സ്ത്രീകൾ പോലും ഉണ്ടായി. അവരവിടെ താമസിക്കും ഒരാഴ്ച, ചിലപ്പോൾ 1 മാസം. ആ സമയത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കും, ഇവർ തമ്മിൽ സംവദിക്കും. ഈ തരത്തിലുള്ള ഒരു പദ്ധതി പരിവ്രാജക പദ്ധതി. ഈ പരിവ്രാജക പദ്ധതിയാണ് ഗുരുകുലങ്ങൾ തൊട്ട് സർവകലാശാലകൾ വരെയുള്ള ആ പദ്ധതിയിലൂടെ ഹിന്ദു ധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണമാർക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ വെളിച്ചം കൊടുത്തത് ഈ പരിവ്രാജകന്മാർ. കേരളത്തിൽ പോലും പരിവ്രാജകന്മാർക്ക് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ പരിവ്രാജക ഗണത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ പരിവ്രാജകന്മാർ വന്നിട്ടുണ്ട്. ഈ എഴുത്തച്ഛൻ പോലും നാഥയോഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ എവിടെ വിശ്വസിക്കും. നാഥസമ്പ്രദായത്തിൽ സാധന അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു എഴുത്തച്ഛൻ. അതൊക്കെ ഈ പരിവ്രാജകന്മാരുടെ ഈ പരിപ്രചനത്തിലൂടെ സഞ്ചാരത്തിലൂടെ ആണ് പകർന്നത്. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ ഒരു പരിവ്രാജകന്റെ ഒരു സിദ്ധന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പൊ ഈ തരത്തിലുള്ള പരിവ്രാജക സംഘം വഴി ഗുരുകുല സർവകലാശാല പദ്ധതി വഴിയുമാണ് സനാതന ധർമ്മം ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തെയും ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഈ തരത്തിലുള്ള ഒരു പരിശ്രമം നമ്മൾ ഇനി ചെയ്യേണ്ടിയിരിക്കും. ഏതാണ്ട് 8ാം നൂറ്റാണ്ടുകൾ തൊട്ടുണ്ടായ സാംസ്കാരികവും മതപരവും ഭരണപരവുമായ അധിനിവേശ ശ്രമങ്ങൾ നമുക്ക് നഷ്ടമായിട്ട് ഈ സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കാനുള്ള ഈ കൈവഴികൾ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകുന്നതാണ്. ഏതാണ്ട് 9ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ പരിവ്രാജകന്മാരുടെ പരമ്പര ഏതാണ്ട് അറ്റുപോയി അന്യം നിന്നെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ അന്യം നിൽക്കൽ കാരണം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൈവഴി പോഷക നദികളിൽ കൂടെ സാധാരണക്കാരിൽ വരെ എത്തിച്ചിരുന്ന സനാതന ധർമ്മത്തിൻ്റെ ആ ഒരു രൂപരേഖ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇല്ല. ഈ അജ്ഞതയാണ് ഇന്ന് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഇന്നിപ്പോൾ ഇവിടുത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ക്ഷേത്ര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പോലും നമുക്ക് ഹിന്ദു ധർമ്മത്തെ അറിയില്ല, സനാതന ധർമ്മത്തെ ശാസ്ത്രീയമായിട്ട് അറിയില്ല, വേണ്ട തരത്തിൽ അറിയില്ല. എങ്ങനെ തീരുമാനമുണ്ട്? ഈ KS ലാൽ എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഗ്രോത്ത് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് ഇൻ മെഡീവൽ ഇന്ത്യ. നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. എന്തുകൊണ്ട് ഇത്രയേറെ ജാതികൾ ഭാരതത്തിലുണ്ടായി? അതിന് 8ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഈ അധിനിവേശങ്ങൾ കാരണമായി എന്ന് സമർത്ഥിക്കുന്ന അതെല്ലാം പോലും പ്രത്യേകിച്ചും ഉത്തരഭാരതത്തിലെ അധികാരത്തിന്റെ തുടക്കമായിട്ട് അദ്ദേഹം കാണുന്ന ഒരു പ്രധാന കാരണം ഇസ്ലാമിൻ്റെ അധിനിവേശമാണ്. അപ്പോൾ കേരളത്തിൽ പോലും ആറ്റൂർ കൃഷ്ണപ്രസാദിയുടെ കേരള ചരിത്രം ശ്രീകർമ്മോടുള്ളതാണ്, വായിക്കേണ്ടതാണ്. അതിൽ പറയുന്നുണ്ട് വനവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹം ഒരുമിച്ച കേരളത്തിൽ കഴിയുന്നത്. ഇവിടെ ബൗദ്ധന്മാരുണ്ടായിരുന്നു, ജൈനന്മാരുണ്ടായിരുന്നു, വൈദികന്മാരുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ തന്നെ ഭർത്താവ് വൈദികനായി, ഭാര്യ ബൗദ്ധ സമ്പ്രദായത്തിൽ നിൽക്കുന്നവരായി, അനുജന്മാർ ജൈന സമ്പ്രദായത്തിൽ നിൽക്കുന്നവരായി. അത് ഒരേ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. ഈ ഒരു ചിത്രം നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പാരമ്പര്യം, സനാതന ധർമ്മ പാരമ്പര്യം ഭാരതം മുഴുവൻ കഴിയും.
പലപ്പോഴും ശോഷണം സംഭവിച്ചത് പാരമ്പര്യത്തെ നമുക്ക് പിന്തുടരാൻ സാധിച്ചിരുന്ന ആ കൈവഴികൾ സരസ്വതി നദി പോലെ വറ്റിപ്പോയി. പക്ഷേ ഇന്നും അത് നമ്മുടെ അന്തർവാചിനിയായിട്ട് നമ്മുടെ അന്തശ്ചേതനയിലുണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ അടുത്തിടെ നടന്ന കുംഭമേള. ഞാൻ കുംഭമേളയിൽ ഞാൻ പോയിരുന്നു. എനിക്ക് മുഖ്യം മോക്ഷം നേടാനായിരുന്നില്ല. ഹിന്ദുക്കളെ എനിക്കൊന്ന് കാണാം. ഹിന്ദുക്കളിലുള്ള ആ ഹൈന്ദവ ധർമ്മത്തോടുള്ള പ്രതിബദ്ധത എനിക്കൊന്ന് കാണാം, നേരിട്ട് അനുഭവിക്കണം. അതിനുവേണ്ടി മാത്രം പോയത്. അവിടെ പണ്ഡിതന്മാരുണ്ട്, അമ്മയന്മാരുണ്ട്, സമ്പന്നരുണ്ട്, അതിദരിദ്രരുണ്ട്, പല സമ്പ്രദായങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അത് അണമുറിയാതെ ധാരധാരയായിട്ടാണ് നമ്മൾ എത്ര നോക്കുന്നത് കണ്ണിലടയ്ക്കുന്നതല്ലാതെ ഈ ധാരയ്ക്ക് ഒരു കുറവ് കാണുന്നു. എല്ലാവർക്കും ലക്ഷ്യമുണ്ടോ? ഒരു ശബരിമല സംബന്ധിച്ചൊരു കീർത്തനമുണ്ട്, ഒരേ ഒരു ലക്ഷ്യം ശബരിമല. അതുപോലെ അവർക്ക് ഗംഗയിലൊന്ന് മുങ്ങിപ്പോകണം. ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉറപ്പായി സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന തലം ഇപ്പോഴും ഇൻടാക്റ്റ്. അപ്പോൾ ഈ തരത്തിലുള്ള സനാതന ധർമ്മം ഇതിൽ നിരവധി കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭാരതീയ വിചാരങ്ങളുടെ ദക്ഷിണാവർഗികൾ ഇതിനു വേണ്ടി സംഘടിപ്പിക്കണം. ഒരു വൈചാരിക ഗണത്തെ നമ്മൾ തയ്യാറാക്കണം. ഈ ഗണം ഇത്തരം നിരവധി പുസ്തകങ്ങൾ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു സംവാദം, ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പരിശ്രമം പല വേദികൾ ഉണ്ടാക്കി നമ്മൾ നടത്തും. അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇരിങ്ങാലക്കുട തന്നെ ഒരു കുറച്ച് നാളുകൾ മുമ്പ് ഒരു നൃത്ത വിവാദം ഉണ്ടായി. ഗുരുവായൂരൊരു ദേഹണ്ണ വിവാദം ഉണ്ടായി. തൃപ്പൂണിത്തുറ ഒരു കാല് കഴിച്ചുകൂട്ടി വിവാദം ഉണ്ടായി. കലോത്സവത്തിൽ ഭക്ഷണ വിവാദം ഉണ്ടായി. ഇങ്ങനെ നിരവധി വിവാദങ്ങൾ ഇവർ കുത്തിപ്പോകുന്നു. പലപ്പോഴും നോക്കൂ, ഈ കൂട്ടർ എറിഞ്ഞ് ഇടുന്ന പന്തിൻ്റെ പുറകെ ഓടുക നമ്മുടെ ഇപ്പോഴത്തെ പാട്ട്. നമ്മളാണ് പന്തെറിഞ്ഞു കൊടുക്കേണ്ടത്, പക്ഷെ നമ്മൾ നോട്ടക്കാലം ഓടി ഓടിത്ത് അറിയുകയാണ്. അപ്പം ഈ ഒരു സ്ഥിതിവിശേഷം മാറണമെന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സമൂഹത്തിലുണ്ടാകും. അതിനുള്ള പരിശ്രമങ്ങൾ ഇനിയെങ്കിലും, ഇപ്പോഴും വൈകി എന്നാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. അങ്ങനെ ഹിന്ദു ധർമ്മത്തെ അറിയാനും അറിയിക്കാനും ഉള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രഭാഷണങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ കൃതാർത്ഥ എല്ലാവർക്കും നമസ്കാരം.